ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നടനും മോഡലും ബിഗ് ബോസ് താരവുമായ നമ്മുടെ ഷിയാസ് കരീം ഇന്ന് വിവാഹിതനായിരിക്കുകയാണ്. പണ്ട് അദ്ദേഹത്തിൻ്റെ വിവാഹ നിശ്ചയം വരെ എത്തിയതാണെങ്കിലും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിയിരുന്നു. കല്യാണം മുടങ്ങാനുള്ള കാരണം എന്താണെന്ന് ഷിയാസ് കരീം വ്യക്തമാക്കിയിരുന്നില്ലെങ്കിലും താൻ എന്തായാലും വിവാഹം കഴിക്കുമെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയതാണ്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ കല്യാണം തയ്ക്കണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹമെന്ന് ഷിയാസ് കരീം വ്യക്തമാക്കിയിരുന്നു. അതിനിടയിൽ അദ്ദേഹം പെണ്ണ് കാണാൻ പോയ കൂട്ടത്തിൽ ദർഫ എന്ന പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ കുട്ടിയെ തന്നെയാണ് ഇന്ന് കല്യാണം കഴിച്ചത്. പക്ഷേ കല്യാണം വൈകാനുള്ള കാരണം എന്ന് പറയുന്നത് ദർഫയെ കണ്ടപ്പോൾ പ്രായം കുറച്ച് തോന്നിയെന്നും കുറച്ച് പ്രായം വരാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്തത് എന്നാണ് ഷിയാസ് കരീം പറയുന്നത്. ഈ ദർഫ എന്ന് പറയുന്ന പെൺകുട്ടി ദുബായ് എമിറേറ്റ്സ് MBDയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഷിയാസ് കരീം ദുബായിൽ ജിം ബിസിനസ് നന്നായി പോകുന്നുണ്ട് എന്നും താൻ ദർഫയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ദുബായിൽ സെറ്റിലാകുമെന്നാണ് നമ്മുടെ ഷിയാസ് കരീം നമ്മോട് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ അദ്ദേഹം തന്നെ നേരിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്ന രംഗം നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. നമ്മുടെ ഉസ്താദ് പറയുന്നത് നമുക്ക് എന്തൊക്കെ ഐശ്വര്യങ്ങൾ വന്നു ചേർന്നാലും അതുപോലെ തന്നെ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നാലും നമുക്ക് അതെല്ലാം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനവും അതുപോലെ തന്നെ സന്തോഷവും വേണം. തീർച്ചയായും അങ്ങനെ സമാധാനവും സന്തോഷവും നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ദാമ്പത്യ ജീവിതം, ഒരു കുടുംബ ജീവിതം തീർച്ചയായിട്ടും അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ദാമ്പത്യ ജീവിതം ഹലാലാക്കി മാറ്റിയത്. അതുപോലെ തന്നെ രണ്ടുപേർ ഏർപ്പെട്ടിട്ടുള്ള ഒരു ഉടമ്പടി കരാറാണ് കല്യാണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കല്യാണത്തിൻ്റെ ഒരു മദ്ഹ് എന്ന് പറയുന്നത് ഒരു ഇബാദത്തായിട്ടാണ് ഇസ്ലാം ഈ കല്യാണത്തെ കാണുന്നത്. നോമ്പ് ഒരു ഇബാദത്താണ്, നിസ്കാരം ഒരു ഇബാദത്താണ്, ഹജ്ജ് ഒരു ഇബാദത്താണ്. അതുപോലെ പല കാര്യങ്ങളെ പോലെ തന്നെ അത്രയും ശ്രേഷ്ഠവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. അതും ഒരു ഇബാദത്തായിട്ടാണ് നമ്മുടെ ഇസ്ലാം നമ്മെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു കുടുംബ ജീവിതം നയിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ഇബാദത്ത് ചെയ്യുന്ന അതേ പുണ്യം തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് ഉസ്താദ് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഷിയാസ് കരീമിൻ്റെ നിക്കാഹിൻ്റെ ചടങ്ങുകൾ ഒന്ന് കണ്ടുവരാം. എത്ര വലിയ സന്തോഷങ്ങളായ കാര്യങ്ങൾ നമ്മിലേക്ക് വന്നാലും അത് മനസ്സറിഞ്ഞ് ായി നമുക്ക് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് സമാധാനം വേണം. ഈ തുസ്കുനു ഫീഹ പരിശുദ്ധമായ ഖുർആനിൽ ഒരു വാക്യമാണത്. നിങ്ങൾക്ക് സന്തോഷിക്കുവാനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ദാമ്പത്തിക ജീവിതം നിങ്ങൾക്ക് നാം ഹലാലാക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തിയതുപോലെ ഇത് ഒരു ഉടമ്പടി കരാറാണ്. അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു ഇബാദത്താണ്, ആരാധനയാണ്. നിസ്കാരം ആരാധനയാണ്, ഹജ്ജ് ആരാധനയാണ്, നോമ്പ് ആരാധനയാണ്. അതുപോലെ തന്നെയുള്ള ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു ആരാധനയാണ് കുടുംബജീവിതം എന്നുള്ളത്. അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും കൊണ്ട് നൽകുന്ന ഒരു ആരാധനയാണ് ദാമ്പത്തിക ജീവിതം, വൈവാഹിക ജീവിതം എന്നുള്ളത്.
أربع لمالها ولجمالها ولحسبها ولدينها فاظفر بذات الدين. وقال صلى الله عليه وسلم أيضا من تزوج بامرأة فقد أحرز ثلث دينه فليتق الله بثلث باق. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أقول قولي أستغفر الله العظيم لي ولكم واستغفر فيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. അപ്പോൾ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന് ഒരുപാട് പ്രമുഖ ആൾക്കാർ ഈ കല്യാണത്തിൽ പങ്കെടുത്തതായി നമുക്ക് കാണാം. നൂറുകണക്കിന് ആൾക്കാരാണ് ഈ വിവാഹത്തിന് സാക്ഷികളായി ഈ വിവാഹ പന്തലിന് മുമ്പിൽ നിങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിലെ അനു ഉൾപ്പെടെ എല്ലാ ചടങ്ങുകളും വീക്ഷിക്കാൻ വേണ്ടി ഒരുപാട് താരങ്ങൾ മുൻനിരയിൽ തന്നെ നിൽക്കുന്നതും നിങ്ങൾ കാണാം. അതുപോലെ തന്നെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഷിയാസ് കരീം സമൂഹത്തിൽ വേണ്ടപ്പെട്ട ആൾക്കാരെ ആശ്ലേഷിക്കുന്നതും അവരോട് അനുഗ്രഹം വാങ്ങുന്നതും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതിനുശേഷം ഷിയാസ് കരീം അദ്ദേഹത്തിൻ്റെ പത്നിയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ച് അദ്ദേഹം വാങ്ങിയ മഹർ അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് അണിയിച്ചു കൊടുക്കുന്ന രംഗങ്ങൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. തീർച്ചയായും അപ്പോൾ ഡാൻസും പാട്ടും ആഘോഷങ്ങളും എല്ലാം നിറഞ്ഞ ഒരു സദസ്സായിരുന്നു അത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഷിയാസ് കരീം അദ്ദേഹത്തിൻ്റെ പത്നി തെർഫക്ക് താലി ചാർത്തി അദ്ദേഹത്തിൻ്റെ വധുവായി സ്റ്റേജിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്ന രംഗം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനി കുറച്ച് സങ്കടങ്ങളുടെ നിമിഷങ്ങളാണ്. ഏതൊരു അച്ഛനും ഏതൊരു അമ്മയ്ക്കും ഏതൊരു വാപ്പക്കും ഏതൊരു ഉമ്മക്കും അവരുടെ കുട്ടിയെ കല്യാണം കഴിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുക എന്ന് പറയുന്നത് വളരെ ഒരു വിഷമം പിടിച്ച ഒരു സന്ദർഭമാണ്. തീർച്ചയായും ഇപ്പോൾ നമ്മുടെ ദർഫയുടെ വാപ്പ അവിടുന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം. ഷിയാസെ മോനെ, നീ മോളെ കൂട്ടിക്കോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് പറയുന്നൊരു ഡയലോഗ് തീർച്ചയായിട്ടും നീ ഏവരുടെയും മനസ്സിൽ കനൽ കോരിയിടുന്നതാണ്. ആ വിടവാങ്ങൽ ചടങ്ങോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും നല്ല വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
എല്ലാരോടും അങ്ങോട്ട് വെൽക്കം. എല്ലാവർക്കും വരാം. നോക്ക് നോക്ക് Safe more. ഒരു നല്ല വീഡിയോയുമായി ഇൻഷാ അള്ളാ നാളെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ.